നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബിറ്റ് കോയിനിൽ എങ്ങനെ SIP ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബിറ്റ് കോയിനിൽ SIP ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് ഇത് എക്സാക്റ്റ് ആയിട്ട് SIP ചെയ്യുന്നത്, ഒന്ന് ലൈവായിട്ട് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ SIP എങ്ങനെ ലൈവായിട്ട് ചെയ്യും എന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു 1000 രൂപയാണ് മന്ത്ലിയിൽ SIP ചെയ്യുന്നതെങ്കിൽ നമുക്ക് 50% നമുക്ക് റിട്ടേൺ കിട്ടുമെങ്കിൽ ഫ്യൂച്ചറിൽ. അപ്പം നമുക്കറിയാം ബിറ്റ് കോയിൻ ഇതുവരെ കഴിഞ്ഞ 5 വർഷത്തിൽ 60% എബോ CAGR തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 50% ബിറ്റ് കോയിനിൽ കിട്ടിക്കഴിഞ്ഞാൽ 50% ചെറിയ റിട്ടേൺ അല്ല, അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ആണ്. അങ്ങനെ ഒരു 20 വർഷം നമ്മൾ 1000 രൂപ വെച്ച് SIP ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ആവുന്ന എമൗണ്ട് എത്രയാണ്? 2,40,000 രൂപയാണ് ഇൻവെസ്റ്റ് ആവുന്നത്. നമുക്ക് തിരിച്ച് കിട്ടുന്നത് എത്രയാണ്? 44,93,00,000, അതായത് 40 കോടി രൂപയ്ക്ക് എബോ ആണ് കിട്ടുന്നത്. അത്രയ്ക്ക് പവറുള്ള ഒരു മെത്തേഡാണ് SIP ഇൻ ബിറ്റ് കോയിൻ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ റിസ്ക് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക. അതുപോലെ ഏറ്റവും ചെറിയൊരു എമൗണ്ട് മാത്രം ചെയ്യുക. ഒത്തിരി വലിയ എമൗണ്ട് ഒന്നും ഇട്ട് നിങ്ങൾ ലക്ക് ട്രൈ ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ഒരു 15 അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവായിട്ട് എങ്ങനെ SIP ബിറ്റ് കോയിനിൽ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കോയിൻ DCXൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കോയിൻ DCX എന്തുകൊണ്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്? ഇന്ത്യയിൽ നമ്മുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോർഡുണ്ട്. അതിൻ്റെ പേരാണ് FIU. അപ്പം FIUവിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്, FIUവിൽ രജിസ്റ്റേർഡ് ചെയ്ത ആപ്ലിക്കേഷനാണ് കോയിൻ DCX. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ കോയിൻ DCXൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പേഴ്സണലി കോയിൻ DCXൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോയിൻ DCXൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഉണ്ട്. അതുവഴിയാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ബോണസ് റിവാർഡും വെൽക്കം ബോണസൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് തന്നെ കോയിൻ DCXൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കോയിൻസ് കിട്ടും. അപ്പോൾ ഈ അറിയത്തില്ലാത്ത കോയിൻസിൻ്റെ പുറകെ പോകാതെ ലാർജ് ക്യാപ് കോയിൻസിൽ നമുക്ക് ഏറ്റവും വലിയ കോയിൻ ബിറ്റ് കോയിൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ബിറ്റ് കോയിനിൽ നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത്തീരിയം, ബിനാൻസ് പോലെയുള്ള ബാക്കിയുള്ള കോയിൻസിലും ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കും. ഞാൻ ഇപ്പോഴും പറയുകയാണ്, വളരെ റിസ്ക് ഉള്ള ഫീൽഡാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പം അത്ര വലിയ റിവാർഡും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ് ക്രിപ്റ്റോ കറൻസി. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ക്രിപ്റ്റോ കറൻസിയിൽ. അതിൻ്റെ അകത്ത് തന്നെ ബിറ്റ് കോയിൻ ആണ് കുറച്ച് ലാർജ് ക്യാപ്. അപ്പോൾ അതുകൊണ്ട് ബിറ്റ് കോയിൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബിറ്റ് കോയിൻ സെലക്ട് ചെയ്തു. നമുക്കിത് ഇപ്പം 5 വർഷത്തെ ചാർട്ടാണ് ഏകദേശം ഇത് നമുക്ക് 2019 തൊട്ട് 2022 ഇത് ഏകദേശം 46 ലക്ഷം രൂപയായിരുന്നു ബിറ്റ് കോയിൻ്റെ പ്രൈസ്. അത് വെറും 15 ലക്ഷത്തിലേക്ക് വന്നു 2022 ആയപ്പോഴത്തേനും. 2021 അതായത് ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വളരെ മൈനസ് കാണിച്ചു അവരുടെ പോർട്ട്ഫോളിയോ. അപ്പോൾ അവർ പേടിച്ചിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് റിട്ടേൺ കിട്ടുമോ? ഇല്ല. അതിനുശേഷം ഇത് കണ്ടോ, അതിമനോഹരമായിട്ടുള്ള മൂവ്മെൻറ്റ്. ഏകദേശം 1 കോടി എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ 75 ലക്ഷത്തിലാണ് ഒരു ബിറ്റ് കോയിൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? SIP ചെയ്യുക. പതിയെ ആവറേജ് ആയിക്കോളും. ഒരിക്കലും പേടിക്കരുത്. വളരെ ചെറിയ എമൗണ്ട് മാത്രം SIP ചെയ്യുക. അവർക്ക് എത്രയാണ് നമ്മുടെ റിസ്ക് എടുക്കാനുള്ള പൊട്ടൻഷ്യൽ അത്ര മാത്രം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ SIP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ബിറ്റ് കോയിൻ SIP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വീക്കിലിയിലാണ് നമുക്ക് SIP ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മന്ത്ലിയിൽ 200 രൂപ, 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നമുക്കിവിടെ 250 രൂപയുടെ SIP സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 4 ആഴ്ച കൊണ്ട് ടോട്ടലായിട്ട് 1000 രൂപയായിരിക്കും നമ്മുടെ SIP വരിക. ഓക്കെ, അപ്പോൾ അത് കൺഫേം ചെയ്യാം. അപ്പോൾ നമുക്ക് നമുക്കിവിടെ ഒരു 250 രൂപയാണ് നമ്മൾ 3 വർഷം മുമ്പ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഓരോ വീക്കിലും 250 രൂപ വെച്ചാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇതിവിടെ 1,546 രൂപ 37% ROE നമുക്ക് കിട്ടിയേനെ. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി സ്വൈപ്പ് ടു ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ബിറ്റ് കോയിൻ്റെ അപ്പോൾ നമുക്കിവിടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ബിറ്റ് കോയിൻ്റെ SIP ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇന്ന് 29 മാർച്ച് 2025 നമ്മൾ ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നത് 5 ഏപ്രിൽ 2025, അതായത് 7 ദിവസം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ 250 രൂപയാണ് വരുന്നത് ഓരോ വീക്കിലും. എവറി സാറ്റർഡേ, അതായത് ഇന്ന് സാറ്റർഡേ ആയിരുന്നു നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വീക്കിലി SIP സാറ്റർഡേ എന്ന് കാണിക്കുന്നത്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളായിരിക്കും പിടിക്കുന്നത്. ഇനി 29 മാർച്ച് 2025 അത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും SIP. അപ്പോൾ ചെറിയ എമൗണ്ടുകൾ മാത്രം ചെയ്യുക. അതാണ് ഞാൻ പേഴ്സണലി പറയാറുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ട്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ. അപ്പം ഇത്ര സിമ്പിളാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് കണ്ടോ, നമ്മുടെ ബിറ്റ് കോയിൻ SIP സക്സസ്ഫുൾ ആയിട്ട് റൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയ SIPകൾ ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് SIP എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് SIPകൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ മാനേജ് SIP എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇത് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു കാര്യം ഓർത്തിരിക്കുക, നമുക്ക് ഒരിക്കലും ഈ ഒരു
കീപ്പ് എ മിനിമം ഓഫ് 250 രൂപ ഇൻ കോയിൻ DCX വാലറ്റ് ഫോർ ദ അപ്കമിങ് SIP. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് നേരിട്ട് നമ്മുടെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നത് പോലെ നമ്മുടെ ബാങ്കിൽ നിന്ന് ഈ പൈസ എടുക്കത്തില്ല. മറിച്ച് നമ്മുടെ കോയിൻ DCXലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അവിടെ നിന്ന് ഇവർ കറക്റ്റ് ശനിയാഴ്ച തോറും 250 രൂപ വെച്ച് ഇട്ടുകൊള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മാസവും 1000 രൂപ നേരത്തെ തന്നെ ഇട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അന്ന് 250 രൂപ വെച്ച് 4 ആഴ്ച പിടിച്ചോളും. വീണ്ടും അടുത്ത മാസം കൃത്യ ഒരു സമയത്ത് ഒരു 1000 രൂപയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ആ 4 ആഴ്ചകളിൽ കൃത്യമായിട്ട് പിടിച്ചോളും. അപ്പോൾ നേരത്തെ തന്നെ ഫണ്ട് ആഡ് ചെയ്ത് വെക്കാൻ നോക്കുക. എങ്കിലേ അത് കൃത്യമായിട്ട് SIP ആയിട്ട് ഫണ്ട് ഇതിൻ്റെ അകത്ത് ആടായി പോകുള്ളൂ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ റിസ്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലാണ് ഇത്രയും വലിയ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാൻ പൊട്ടൻഷ്യൽ കിട്ടുന്നുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ SIP ചെയ്യുവാണെങ്കിൽ നമുക്ക് അതൊരു 10 ലക്ഷമോ 15 ലക്ഷം എമൗണ്ടിൽ അത് നിൽക്കും. അപ്പോൾ ഒരിക്കലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ലെന്നല്ല പറയുന്നത്. അവിടെ നമ്മൾ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ കുറച്ചും കൂടെ കൺസിസ്റ്റൻസി നമുക്കൊരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്ക് കൺസിസ്റ്റൻസിയും ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെറിയ എമൗണ്ട് മാത്രം ഇട്ടാൽ മതി. പക്ഷേ അതിലും വലിയ റിട്ടേൺ കിട്ടാനുള്ള പൊട്ടൻഷ്യലുണ്ട്. റിസ്ക് ഉണ്ട്, അതെല്ലാം നോക്കുക. നമുക്കിവിടെ ബ്രോക്കറിൻ്റെ മുകളിൽ ചെറിയ റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോയിൻ്റെ മുകളിൽ റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് റിസ്ക്കുകൾ കിടക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ട്. ഇതുവരെ വളരാത്ത ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അമേസിംഗ് റിട്ടേൺ കിട്ടുള്ളൂ. ഒരു കാര്യം വളർന്ന് ഇന്ത്യയിൽ എത്തിയതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിട്ടേൺ കിട്ടണമെന്ന് ഇല്ല. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോയിൻ DCXൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഉണ്ട്, അതുവഴി ഓപ്പൺ ആക്കാൻ നോക്കുക. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വാട്സപ്പിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പറുണ്ട്, അതിൻ്റെ അത് ജോയിൻ ചെയ്താണ് നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു. അപ്പം കുറച്ച് പേര് ക്രിപ്റ്റോ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന SIP എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ ചോദിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ചെയ്തത്. അതുപോലെ തന്നെ കോയിൻ DCXൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതിനുള്ള അവസരവും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെയുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് കോയിൻ DCXൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.